ഹലോ, ഞാൻ ഡോക്ടർ അമിതാസ് യൂണിക് ഐ കെയർ റെറ്റിന കാക്കനാട്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്താണ്? ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യത ആർക്കാണ്? ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നാൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്താണ്? ഡയബറ്റിക് റെറ്റിനോപ്പതി നമ്മുടെ കണ്ണിൻ്റെ നരമ്പിൽ ഉണ്ടാവുന്ന ഡയബറ്റിക് കാരണമുള്ള ഡാമേജ് ആണ് ഡയബറ്റിക് റെറ്റിനോപ്പതി പറയാം. കണ്ണിൻ്റെ നരമ്പിൻ്റെ രക്തക്കൊള്ളുകളിൽ ഉണ്ടാകുന്ന ഡാമേജ് കാരണം ആണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി പറയാം. ഇതിൽ കണ്ണിൻ്റെ നരമ്പിലത്തെ രക്തക്കൊള്ളുകൾ ലീക്കേജ് ആവാനും അല്ലെങ്കിൽ പുതിയ രക്തക്കൊള്ളുകൾ വളരാനും ഉള്ള സാധ്യതയുണ്ട്. ലീക്കേജ് ഉണ്ടായാൽ നമുക്ക് കണ്ണിൽ മങ്ങൽ ഉണ്ടാവാനും രക്തക്കൊള്ളുകൾ വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിയിട്ട് കണ്ണിൽ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. റെറ്റിനോപ്പതി ആർക്ക് വരും? ഇത് ഡയബറ്റിക് തുടങ്ങി കഴിഞ്ഞിട്ട് 15 years ആയിക്കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത കൂടും. അത് കൂടാണ്ട് അമിതമായ ബ്ലഡ് ഷുഗർ ഉണ്ടാകുന്ന ആൾക്കാർക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി ആവാൻ. അത് കാരണം നമ്മൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ട് ചെക്കപ്പ് ചെയ്യണം. അമിതമായ ഷുഗറുള്ള ആൾക്കാർ 6 മാസത്തിലൊരു ചെക്കപ്പ് ചെയ്യണം ആവശ്യമുണ്ട്. അതുകൂടാണ്ട് ഹൈ BP അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രശ്നം അങ്ങനെ അല്ലെങ്കിൽ രക്തം കുറവ്, ദാറ്റ് ഈസ് ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യത കൂടും. ഡയബറ്റിക് റെറ്റിനോപ്പത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഡയബറ്റിക് റെറ്റിനോപ്പതി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ നല്ല ഡയറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലീക്കേജ് അല്ലെങ്കിൽ കണ്ണിൻ്റെ നരമ്പിൽ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ നരമ്പിൽ ഇഞ്ചക്ഷൻ ഇടണ ആവശ്യമുണ്ട്. ആ സിറ്റുവേഷനിൽ നമുക്ക് കണ്ണിൽ മോസ്റ്റ്ലി മങ്ങലായിട്ട് കാണാൻ തുടങ്ങും. ഈ സിറ്റുവേഷനിൽ നമുക്ക് 1, 2, 3 ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ അത് കൂടുതൽ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേജ് നമുക്ക് ഇഞ്ചക്ഷൻ ഇടാൻ ആവശ്യമുണ്ടാകും. പിന്നെ ആണ് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ നരമ്പ് വിട്ട് വന്ന കണ്ടീഷനിലേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് സർജറി മാത്രമാണ് ഒരു ഓപ്ഷൻ.